പ്രിയ സഹോദരനെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് നമ്മെ ഓരോരുത്തരെയും അനുവദിച്ചു, കേൾക്കാൻ അനുവദിച്ചു, നമ്മയും അനുവദിച്ചു. അതിനായി യേശു മഹാരാജാവിന് നന്ദി സ്തുതി സമയം. പ്രിയപ്പെട്ടവരെ, വളരെ ജാഗ്രതയോടെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇന്ന് സംഭവിക്കുന്ന നിങ്ങൾ വാർത്തയിൽ കൂടെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങൾ, നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ മനുഷ്യന് സാധിക്കുന്നില്ല, സമൂഹത്തിന് സാധിക്കുന്നില്ല. നന്മയെ പിന്താങ്ങുന്നതിന് പകരം തിന്മയെ പിന്താങ്ങുന്നു. നന്മയുടെ വക്താക്കളായിട്ടുള്ളവരെ തള്ളിക്കളയുന്നു, ഉപേക്ഷിക്കുന്നു, ചീത്ത വിളിക്കുന്നു, തെറി പറയുന്നു. തിന്മയുടെ ആധിപത്യത്തിൻ്റെ ശക്തി കൂടിക്കൂടി വരുന്നു. ഇതെല്ലാം എന്തിൻ്റെ സൂചനയാണ്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ധ്യാന ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൂടുക. കാരണം ഏത് നിമിഷവും ഇതൊക്കെ പല വിധത്തിൽ നിന്ന് പോകും. നമ്മുടെ ഈ അടുത്ത മാസം ജൂൺ മാസത്തിലെ 15, 16, 17 ദിവസങ്ങളിൽ നെടുമ്പാശ്ശേരി ധ്യാന സെൻറ്ററിൽ ധ്യാനം നടക്കുകയാണ്. അടുത്ത മാസത്തിലെ, ഈ മാസത്തിലെ മെയ് മാസത്തിലേക്ക് കടന്നു. അതുകൊണ്ട് അടുത്ത മാസം ജൂൺ മാസം 14, 15, 16 ആ ദിവസങ്ങളിൽ 15, 16, 17 14-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് നിങ്ങൾ അവിടെ എത്തണം. എങ്കിലും നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ഞായറാഴ്ച വൈകിട്ട് ആരംഭിക്കും. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കും, ക്ലാസ്സുകൾ ആരംഭിക്കും. പക്ഷേ തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം ഫുള്ള് ക്ലാസ്സുകളുണ്ട്. വളരെ നിർണായകമായ ക്ലാസ്സുകളാണ്. ഇത് ഏകദേശം പറയുകയാണെങ്കിൽ യുഗാന്ത്യത്തിലേക്ക് അടുക്കുന്നതിന് ലക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നത്. ഇനിയും വളരെ കാലങ്ങൾ ധ്യാനം കൂടാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ട് നടക്കുകയില്ല. ഏത് നിമിഷവും ധ്യാനങ്ങൾ നിന്നു പോകും, ഏത് നിമിഷവും ഗതാഗതങ്ങൾ നിന്നു പോകും, ഏത് നിമിഷവും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും, മനുഷ്യൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും, സ്വൈര ജീവിതം നമുക്ക് ശൂന്യമായി തീരും, കലാപത്തിന് പ്രാധാന്യം കൊടുക്കും, ദുഷ്ടത പൊന്തി വരും, നീതിയുടെ മേൽ ഭരണം നടത്തും, നീതിയും അനീതിയും തമ്മിൽ സംഘടനമുണ്ടാവും. അതാണല്ലോ ഏറ്റവും അവസാനം സംഭവിക്കാനിരിക്കുന്ന ഗോഗ് മാഗോഗ് യുദ്ധം. അതിൻ്റെ ഒരുക്കത്തിൻ്റെ ചില ലക്ഷണങ്ങളോടുകൂടി ആണ് ലോകം മുഴുവനും നമ്മൾ കാണുന്നത്. അത് ഉക്രൈൻ യുദ്ധമായാലും ഇസ്രായേൽ യുദ്ധമായാലും മറ്റേതൊരു യുദ്ധമായാലും നന്മയും തിന്മയും തമ്മിലുള്ള സംഘടനമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ജൂൺ മാസത്തിലെ ധ്യാനത്തിന് കഴിയുന്നത്ര ആളുകൾ വരിക. ഒരു 60-70 പേർക്ക് നമുക്ക് എങ്ങനെയെങ്കിലും കട്ടിയിരിക്കാം. അത്രയുമുള്ള സംവിധാനങ്ങൾ ഉള്ളൂ അതിനകത്ത്. എങ്കിലും അത്രയും ആളുകൾ വന്നാൽ നമുക്കത് ക്രമീകരിച്ചിരിക്കാം. 50 ആളുകളുടെ ഹാളാണ്. നമുക്കൊരു 70 പേരെ ഉൾക്കൊള്ളുകൊണ്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ട് കഴിയുന്നത്ര വേഗം, ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ലീവ് എടുക്കുക, നിങ്ങളുടെ ജോലിയിൽ നിന്ന് ലീവ് എടുക്കുക, നിങ്ങളുടെ പശ്ചാത്തലത്തെ ഒരു 3 ദിവസത്തിന് മാറ്റി വയ്ക്കുക. എന്ത് വില കൊടുത്തും ധ്യാനം കൂടുക. കാരണം നാളെ ഈ വർഷം പ്രിയപ്പെട്ട ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഈ വർഷത്തെ വർഷക്കാലം അതിഭയാനകമായ വെള്ളപ്പൊക്കം ഉണ്ടാകും. എന്താണ് കേരളത്തിൽ സംഭവിക്കാതെ മുൻകൂട്ടി പറയുന്നില്ല. അത്ര ഭീകരമായിരിക്കും കാലവർഷവും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും പ്രളയങ്ങളും മരണങ്ങളും പെട്ടെന്ന് സംഭവിക്കും. അത്രമാത്രം ദൈവത്തിൻ്റെ ക്രോധം അഴിച്ചുവിടുന്ന കാലഘട്ടത്തിലേക്കാണ് ലോകമെത്തുന്നത്. അതുകൊണ്ടാണ് കൊരിന്തോസ്കാരുടെ ലേഖനത്തിൽ കർത്താവ് പറയുന്നത്, യുഗാന്തം വരെ, ഈശോ പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ, യുഗാന്തം വരെ എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നത് യുഗാന്തം വരെ, ഈ സന്ദേശങ്ങൾ യുഗാന്തം വരെ ഉള്ളതാണ്, സംഭവം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. ഒത്തിരി കാര്യം പറയുന്നുണ്ട്. യുഗാന്തം വരെ എന്ന് ഞാൻ ഉണ്ടായിരിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ, യുഗാന്തം എന്ന വാക്കിൻ്റെ അർത്ഥം യുഗങ്ങളുടെ അറ്റം എന്നാണ്. യുഗം അതിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരികയാണ്. യേശുക്രിസ്തുവിന് ശേഷമുള്ള 2000 വർഷം പൂർത്തിയാകാൻ ഇനി കേവലം 7 വർഷം മാത്രമുള്ള ഈ പശ്ചാത്തലത്തിലൂടെ ലോകം നടന്നു പോകുമ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും തോക്കുകൾ നിറത്തോക്കുകളാണ്. ഒന്ന് സ്വിച്ചമർത്തിയാൽ വെടിപൊട്ടും, ലോക അവസാനത്തിലേക്ക് പോകാം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അണിയറയിൽ സംഭവിച്ചു കഴിഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ലോകം യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. എല്ലാ രാഷ്ട്രങ്ങളും ലോകയുദ്ധത്തിന് ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും അതിൻ്റെ സംവിധാനം ഒരുക്കി കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു നിശ്ചിത സമയത്ത് അതൊക്കെ പൊട്ടുകയും വേണ്ടു. അത് നിശ്ചിത സമയത്ത് പൊട്ടും. അതുകൊണ്ട് തന്നെ ആണ് ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത്, ദാനിയേൽ 12, അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെയായിരിക്കും എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങേണ്ട സമയത്തിലേക്ക് ലോകം എത്തിയെന്നാണ്. ആ സമയത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് അത് വ്യക്തമായ ഭാഷയിൽ കർത്താവ് വിശുദ്ധ എഴുതി വെച്ചിട്ടുണ്ട്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, അടുത്ത ധ്യാനത്തിൻ്റെ പ്രഖ്യാപനം നിങ്ങൾ പ്രതീക്ഷിക്കുക, ഡേറ്റുകൾ ശ്രദ്ധിക്കുക.
14-ാം തീയതി നിങ്ങൾ ഞായറാഴ്ച ദിവസം അവിടെ എത്തുക. 15, 16, 17 3 ദിവസം ശക്തമായ ധ്യാനവും ക്ലാസ്സുകളും ആരാധനയും ഉണ്ടായിരിക്കും. അതിനായിട്ട് കഴിയുന്നത്ര പ്രത്യേകിച്ചും ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ വ്യക്തികളും ഒരു 2 ആളെ, വരാൻ പറ്റാത്തവരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരെ സെലക്ട് ചെയ്ത് വിടുക. ഇപ്പോൾ ഈ വരാൻ പറ്റാത്ത ഒരാളുണ്ട്, പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവർ എനിക്ക് പോകാൻ പറ്റില്ല, അതിന് പകരം നിങ്ങൾ 2 പേര് പോകണമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് തയ്യാറാക്കി വിടുക. കാരണം ഈ ക്ലാസ്സുകൾ കേട്ടവർക്കറിയാം, അവിടെ അന്ന് അത്തരം ക്ലാസ് കൂടി ധ്യാനം കൂടിയ വ്യക്തികൾക്കറിയാം. അവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടിരിക്കുന്നു. ഈശോയുടെ വരവ് ഇത്ര അടുത്തെത്തി നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. ഈശോയുടെ വരവിന് വേണ്ടി ഞങ്ങൾക്ക് ഒരുങ്ങുന്നത് കുറച്ചുകൂടെ ശക്തമായിട്ട് ക്ലാസ്സുകൾ വേണം. നന്നായിട്ട് ഞങ്ങൾ ഒരുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഈ ലോക ജീവിതം അധികം താല്പര്യമില്ല, സ്വർഗീയ മഹത്വമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ലോകം തീരുമെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ഇങ്ങനെ കുറേയേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അവർ പറയുകയുണ്ടായി. അതുകൊണ്ട് കേട്ട ആരും ഇത് മോശമാണെന്നോ അല്ലെങ്കിൽ ഈശോയുടെ വരവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ലെന്നോ ഡേറ്റ് തെറ്റാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും കുറച്ച് എതിർ കമൻറ്റുകളൊക്കെ 1, 2, 3 വരുന്നുള്ളതല്ലാതെ ഏതാണ്ട് എളിയദാസിൻ്റെ ക്ലാസ്സുകൾ 100%, ഏതാണ്ട് 99% ആളുകളും അത് ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം അതിനകത്ത് ഡേറ്റുകൾ പറഞ്ഞ പ്രകാരം കാര്യങ്ങൾ കറക്റ്റാവുകയാണ്. അതിനാൽ അടുത്ത ഒരു വർഷം ഈ സമയത്ത് നമ്മൾ ഈ സംഭവിക്കുന്നത് വളരെ ഭയാനകമായ സംഭവങ്ങളായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇനിയിപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലം വന്നാൽ റെഡ് അലേർട്ടുകൾ വരും. പുറത്തേക്കാണ് ജൂലൈ മാസം വന്നു കഴിഞ്ഞാൽ റെഡ് അലേർട്ടുകളുടെ എണ്ണം കൂടുതലായിരിക്കും. യാത്രകൾ പൊതുവെ ആകണമെന്ന് നിർബന്ധമില്ല. അതനുസരിച്ച് പ്രളയത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ ധ്യാന ക്ലാസ്സിൽ നിന്നുപോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കഴിയുന്നത്ര ആളുകൾ അതിനകത്തുള്ള സംവിധാനത്തിൽ കൂടെ ഒക്കെ നമുക്ക് ഇരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഒരു 60-70 പേരെ നമുക്ക് അതിന് ചെറിയ ഹാളാണെങ്കിലും അത് സംഘടിപ്പിക്കാം. കഴിയുന്നത്ര ആളുകൾ വരിക. അതുകൊണ്ട് 14-ാം തീയതി ഞായറാഴ്ച വീട്ടെത്തുക. 15, 16, 17 തീയതികളിൽ ജൂൺ മാസം നമുക്കവിടെ ധ്യാന ക്ലാസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവമായിരിക്കുക, വളരെ ജാഗ്രതയിലായിരിക്കുക. എന്തും ലോകത്ത് സംഭവിക്കാം, എന്തും കേരളത്തിൽ സംഭവിക്കാം, എന്തും സഭയിൽ സംഭവിക്കാം, എന്തു വേണമെങ്കിലും കുടുംബങ്ങളിൽ സംഭവിക്കാം. ഏത് മാറ്റവും എൻ്റെ ആന്തരിക തലത്തിലും സംഭവിക്കാം. എനിക്ക് യേശുവിനെ തള്ളിക്കളയാം, എനിക്ക് യേശുവിനെ ശക്തമായിട്ട് സ്വീകരിക്കാം. രണ്ടും എൻ്റെ സ്വാതന്ത്ര്യത്തിൽ വരുന്ന കാര്യമാണ്. എനിക്ക് നിത്യതയും ഉയർപ്പും വേണ്ട എന്ന് വയ്ക്കാം. എനിക്ക് അതില്ലെങ്കിൽ, ഉയർപ്പും നിത്യജീവനും എനിക്കില്ലെങ്കിൽ മറ്റെന്ത് സംവിധാനമുള്ളത് ആ സംവിധാനത്തെ ഞാൻ സ്വീകരിക്കും. അത് പാതാളമാണ് പാതാളം, സാത്താനാണ് സാത്താൻ, ഒന്നും എനിക്ക് പ്രശ്നമല്ല. അതും എനിക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യം വളരെ ശ്രദ്ധാലുക്കളുടെ ഒരു സമയമാണിത്. ജാഗ്രത പാലിക്കുക, അല്ലെങ്കിൽ സർപ്പത്തെ പോലെ വിവേകികളായിരിക്കുക, അല്ലെങ്കിൽ 5 കന്യകമാരെ പോലെ അതിബുദ്ധിയും അതിജ്ഞാനവും ഉള്ളവരായിരിക്കുക എന്നുള്ള രീതിയിലേക്ക് നാം നമ്മൾ മാറ്റപ്പെടണം. അതിശക്തമായ കുമ്പസാര ക്ലാസ്സുകൾ, അതിശക്തമായ പാപത്തെ നന്മത്തിന്മേ വേർതിരിക്കൽ, ഇതെല്ലാം നിങ്ങൾ കേൾക്കാത്ത വചനത്തിൽ കൂടെ കടന്നു പോകാൻ സാധിക്കും. അതിനാൽ അധികം ക്ലാസ്സിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. പ്രത്യേക ശ്രദ്ധിക്ക്. ജാഗ്രതയെ ഇത് മഴക്കാല അലേർട്ടുകൾ വന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമാവും. അതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടിയ ഡേറ്റുകൾ ഓർമ്മിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനായിട്ട് തയ്യാറാകുക. നമ്പറുകൾ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ നമ്പറിൽ ഏതൊക്കെയാണെന്ന് ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്ലെങ്കിൽ അവർക്കറിയാത്തവർക്ക് പുതിയതായിട്ട് ഒരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ് 97 78 17 22 83. ആ നമ്പറുകൾ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. 97 78 17 22 83. ഈ നമ്പർ നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക പ്രിയപ്പെട്ടവരെ. 97 78 17 22 83. കഴിയുന്നത്ര ആളുകൾ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് വരിക. ബാക്കി കാര്യം ഞാൻ പറഞ്ഞു വരും. അതിനാൽ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതുകൊണ്ട് മുൻകൂട്ടി ഒന്നും പറയുന്നില്ല. അതിലെ പ്രിയ സഹോദരങ്ങളെ, ധ്യാന ക്ലാസ്സുകളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഡേറ്റുകൾ വെപ്പിക്കുന്നു. അതുപോലെ അതിനായിട്ട് നിങ്ങൾ ഇപ്പം മുതലേ പ്രാർത്ഥിച്ചു കൊടുക്കണം. കർത്താവായ ഈശോയെ അനേകം ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നത് 15 മാസങ്ങൾക്ക് മുമ്പേ കൂടാൻ ആഗ്രഹിച്ചിരുന്നു, ഇപ്പോഴാണ് സാധിച്ചത്. എന്നിട്ടും പറഞ്ഞ ഡേറ്റിന് വരാൻ പറ്റാത്ത ആൾക്കാരും ഇതിനകത്തുണ്ട്. കുറേ ആളുകൾ എന്നോട് സംസാരിച്ചു, ഫോണിക്കൂടെ സംസാരിച്ച് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആഗ്രഹിച്ച പലർക്കും വരാൻ പറ്റിയിട്ടില്ല. ആഗ്രഹിക്കാതെ ഇരുന്ന ചിലർക്ക് പെട്ടെന്ന് പോകാനുള്ള അവസരം കർത്താവ് കൊടുത്തു. അതിനാൽ ആരാണ് കർത്താവിൻ്റെ മുമ്പിൽ സെലക്ട് ചെയ്യപ്പെടുക, ആരാണ് കർത്താവിൻ്റെ മുമ്പിൽ സ്വീകാര്യനാവുക, ആരെയാണ് കർത്താവിന് ആവശ്യമുള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടറിയണമെങ്കിൽ അതിൻ്റെ ഒരു വിഭജനം,
അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ, അതിൻ്റെ ഒരു നറുക്കെടുപ്പ് കൂടിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എളിദാസിൻ്റെ ക്ലാസ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. വരാൻ വേണ്ടി സർവശക്തനായ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.